ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ കേരള ഹൈക്കോടതിയുടെ തുടർച്ചയായുള്ള ഇടപെടലുകളും രൂക്ഷ വിമർശനങ്ങളും സംസ്ഥാന സർക്കാരിനെയും CPM-നെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ നിരീക്ഷണങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും നിലവിലെ പ്രതികൾക്ക് പിന്നിൽ ഉന്നതരായ വൻ തോതുകളുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്ക് അനിവാര്യമാണെന്ന കോടതിയുടെ കണ്ടെത്തൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നു. നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീളണമെന്ന ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി തുറന്നു പറഞ്ഞതോടെ വരും ദിവസങ്ങളിൽ സർക്കാരിനും CPM-നും രാഷ്ട്രീയപരമായി അതീവ നിർണായകമാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ കേസിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ ഈ വിവാദം കൂടുതൽ രാഷ്ട്രീയമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ റിമാൻഡ് കാലാവധി നീട്ടിയതിലുള്ള മുറുമുറുപ്പിലാണ് പ്രതികളായ പത്മകുമാറും N. വാസുവും. ഇനിയും അകത്തു കിടക്കാൻ വയ്യെന്ന നിലപാടാണ് വാസുവിന്. സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുന്നതിൽ മാത്രമല്ല അത് കടത്തുന്നതിലും പത്മകുമാറിന് പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വാസുവിന് കടത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ CPM-ലെ ഉന്നതന്മാരും അയ്യപ്പന്റെ പൊന്ന് കടത്തിയതിൽ പങ്കുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന ഭയം CPM-നെ വേട്ടയാടുന്നുണ്ട്. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ 2 തവണ തള്ളിയിരുന്നു. ജയിൽ കിടന്ന് സമനില തെറ്റി നിൽക്കുന്ന വാസു തെറ്റുകൾ സംബന്ധിച്ച് ഉന്നതന്മാരുടെ പേര് പറഞ്ഞ് മാപ്പുസാക്ഷിയാൻ ശ്രമിച്ചാൽ അത് CPM-ന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. സെല്ലിൽ ലഭിച്ച പ്രത്യേക സൗകര്യങ്ങൾ കൊണ്ട് വാസു മെരുങ്ങുമെന്ന CPM കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി പാർട്ടിക്ക് തലയ്ക്ക് മുകളിൽ ശനിയായി വാസു മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ 4ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീയെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചു. ഗൂഢാലോചനയിൽ ജയശ്രീക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യൽ. ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. സ്വർണ്ണക്കൊള്ള സംഘത്തിലെ ഏക വനിതയാണ് ജയശ്രീ. ക്ഷേത്രവക വസ്തുക്കളുടെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചീഫ് അഡ്മിനിസ്ട്രേറ്ററും എന്ന ചുമതല വഹിച്ചിരുന്ന ജയശ്രീക്ക് ക്ഷേത്രവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. 35 വർഷത്തെ സർവീസുള്ള ജയശ്രീ സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ട് പോലും അത് തിരുത്താൻ തയ്യാറാകാത്തത് ഗൂഢാലോചനയിൽ പങ്കുള്ളതുകൊണ്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചോദ്യം ചെയ്ത ശേഷം ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശബരിമല സന്നിധാനത്ത് വലിയ പ്രഭാവലയത്തിൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിലസിയതെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചതും. ഈ വലിയ സ്വാതന്ത്ര്യം ആരാണ് പോറ്റിക്ക് ഒരുക്കിക്കൊടുത്തത് എന്നതിലേക്ക് അന്വേഷണം വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്താൻ വൻ തോതിലുള്ള പിന്തുണയില്ലാതെ സാധ്യമല്ല എന്നും കോടതി നിരീക്ഷിച്ചു. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണം വീണ്ടും പൂശുന്നതിനായി പാളികൾ എടുക്കാൻ തീരുമാനിച്ചെങ്കിലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S. ജയശ്രീ ഈ തീരുമാനം ഉത്തരവായി പുറത്തിറക്കിയപ്പോഴാണ് സ്വർണം പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമായത്. ഇത് ഉന്നതരുടെ സഹായത്തോടെ പോറ്റിക്കുണ്ടായ വലിയ സ്വാധീനം വ്യക്തമാക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്ഥിരമായി ബന്ധമുള്ളവരിലേക്കും നിരന്തര സമ്പർക്കം പുലർത്തുന്നവരിലേക്കും അന്വേഷണം നീളണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള കേസ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന് എതിരെ ഇരട്ടപ്പദവി ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി വന്നിരിക്കുകയാണ്. B. അശോക് IAS ആണ് ഹർജി നൽകിയിരിക്കുന്നത്. IMG ഡയറക്ടർ ആയിരിക്കെ ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. സർക്കാർ പദവിയിലിരിക്കെ ബോർഡ് പ്രസിഡന്റായത് ചട്ടവിരുദ്ധമാണെന്നും ഇരട്ടപ്പദവി വഹിക്കുന്നതിലൂടെ ചട്ടലംഘനം നടന്നു എന്നുമാണ് വാദം. എന്നാൽ ഇരട്ടപ്പദവിയിലല്ലെന്നും ബോർഡ് പ്രസിഡന്റായത് ചട്ടലംഘനം ഇല്ലെന്നുമാണ് K. ജയകുമാർ പറയുന്നത്. താൻ രണ്ടിടത്തും ആനുകൂല്യം പറ്റുന്നില്ലെന്നും IMG ഡയറക്ടർ പദവിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ ആളെ നിയമിക്കുമെന്നും പകരക്കാരൻ വരുന്നതോടെ IMG ഡയറക്ടർ ചുമതല ഒഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരേ സമയം 2 പ്രതിഫലം പറ്റുന്നില്ലെന്നും കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയകുമാറിന്റെ IMG ഡയറക്ടർ നിയമനവും ചട്ടലംഘനമാണെന്ന് B. അശോക് IAS പ്രതികരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്.
കൊള്ളക്കാരുടെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് കാലം തെളിയിച്ചെന്നും വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്തെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കേരള ജനതയുടെ തലയിൽ 6 ലക്ഷം കോടിയുടെ കടം കയറ്റിവെച്ചിട്ടാണ് പിണറായി സർക്കാർ പടിയിറങ്ങാൻ പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തിനേയും ന്യായീകരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ച സതീശൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉടുമ്പിൻ പിടുത്തം തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ, അതോ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ കടുത്ത നടപടികൾ ഒഴിവാക്കാൻ ചില കേന്ദ്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ അയ്യപ്പന്റെ പൊന്ന് കടത്തിയവർ ആരെല്ലാമാണെന്ന് പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും രാഷ്ട്രീയ നിരീക്ഷകരും.